வந்து മലയാളത്തിന്റെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നു എന്ന പ്രത്യേകതയായിട്ട് എത്തുന്ന പൂർണ്ണമായിട്ടും 3D അണിയിച്ചൊരുക്കുന്ന ചിത്രമാണ് ബറോസ് നിധികാക്കും ഭൂതം എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ പ്രിവ്യൂകളൊക്കെ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. ഗംഭീര അഭിപ്രായങ്ങൾ തന്നെ പ്രിവ്യൂവിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് ഡിസംബർ മാസം 25-ാം തീയതി നാളെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചിത്രത്തിന്റെ പ്രിവ്യൂ കഴിഞ്ഞതിന് ശേഷമുള്ള റിവ്യൂകളിലോട്ട് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ലാലേട്ടൻ ആരാധകരും മലയാള സിനിമാ പ്രേമികൾ, ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ്. ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധായകന്റെ കുപ്പായം അണിയുന്ന ബറോസ് എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് പൂർണ്ണമായിട്ട് 3Dയിലാണ് ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കുന്നത് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ പ്രിവ്യൂ കണ്ട നടി രോഹിണി, വിജയ് സേതുപതി, മണിരത്നം എന്നിവർക്കൊപ്പം പ്രണവ് മോഹൻലാലും വിസ്മയ മോഹൻലാലും ഒക്കെ ചിത്രത്തിന്റെ പ്രിവ്യൂ കാണാൻ ചെന്നൈയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ചെന്നൈ ടൈം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ചിത്രത്തിന്റെ ആദ്യ പ്രീമിയർ ഷോ റിവ്യൂകളെല്ലാം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ഗംഭീര അഭിപ്രായങ്ങൾ തന്നെയാണ് ചിത്രം കണ്ടിറങ്ങിയ ഓരോ താരങ്ങളും സിനിമയെക്കുറിച്ച് പറയുന്നത്. എന്തൊക്കെയാണ് പ്രിവ്യൂ കണ്ടതെന്ന് മനസ്സിലാക്കുന്നത് കുട്ടികൾക്ക് ഒരു ആഘോഷമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് ചിത്രം തന്നെയായിരിക്കും ബറോസ് എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് മുഫാസ പോലത്തെ ചിത്രങ്ങൾക്കെല്ലാം തന്നെ ഗംഭീര അഭിപ്രായങ്ങൾ, മികച്ച കളക്ഷനും മികച്ച വിജയം സ്വന്തമാക്കാൻ സാധിക്കുന്ന ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ബറോസ് എന്ന് പറയുന്ന സിനിമ പൂർണ്ണമായിട്ടും അംഗീകരിക്കപ്പെടുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ചിത്രത്തിന്റെ പ്രിവ്യൂകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ കഥ, ക്യാമറ എല്ലാം മികച്ചത് തന്നെയാണ്. ഗംഭീര സിനിമ, അത്ഭുതകരമായ 3D ആണ് ചിത്രത്തിലേതെന്നാണ് രോഹിണിയുടെ അഭിപ്രായം. ചിത്രത്തിലെ കഥാപാത്രങ്ങൾ, 3D എഫക്റ്റ് എല്ലാം നമുക്ക് നന്നായി ഇഷ്ടപ്പെടും. കുടുംബത്തോടൊപ്പം വന്ന് കാണാൻ പറ്റിയ സിനിമ എന്നാണ് വിജയ് സേതുപതിയുടെ അഭിപ്രായം. എന്തെങ്കിലും ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ബറോസ് എന്ന് പറയുന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 100 കോടിയോളം ബഡ്ജറ്റിലാണ് ചിത്രം ഒരുങ്ങിയിരിക്കുന്നത്. മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോ പൊന്നൂസിന്റെ കഥയെ ആസ്പദമാക്കി മോഹൻലാൽ ഒരുക്കിയ സിനിമയാണ് ബറോസ് എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾ എത്ര പേരാണ് നാളെ ബറോസ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.